ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിയുടെ ലോസ് ഒക്കെയാണ് പറഞ്ഞത്, ഫോർമുലാസ് ഒക്കെ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാണ്. എക്സാമ്പിൾ 7. Example 7. Find the derivative of y equal to t square minus 1 divided by t cube plus 1. അപ്പോൾ അവിടെ നമ്മൾ കോഷ്യന്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ താഴെയുള്ളതിൻ്റെ സ്ക്വയർ ഇതുണ്ട്. ഇതാണ് ഫോർമുല. d by dt of u by v equal to v du by dt minus u dv by dt divided by v square. അപ്പോൾ ഇതാണ് v ഇതാണ്. അതിൻ്റെ സ്ക്വയർ താഴെ എടുത്തു. Then v into derivative of u 2 square minus 1 derivative 2t minus u എടുക്കുക. u ഇതാണ് u, അത് u അവിടെ എഴുതി. v യുടെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ ഡിവൈഡ് ബൈ ദിസ്. അതിന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓക്കെ. ദെൻ അടുത്തത് നമുക്കിതാണ് ഇ പവർ മൈനസ് എക്സിൻ്റെ, അത് 1/e⁻x ആണ്. അപ്പം ഇ പവർ താഴെ വിയുടെ സ്ക്വയർ ഇവിടെ എഴുതി, പിന്നെ വി എഴുതി. യു എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 1 ഇൻറ്റു e⁻x ഡെറിവേറ്റീവ്. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഓക്കെ. ദെൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്. ഇതിനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിന് നമുക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ കോംപ്ലിക്കേഷൻ വരും. അതുകൊണ്ട് എളുപ്പത്തിന് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. അതിനെ x⁴ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ x³ x⁴ കൊണ്ട് ഡിവൈഡ് ബൈ x⁻⁻1 മൈനസ് 3x⁻⁻2 പ്ലസ് 2x⁻⁻3. എന്നിട്ട് അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ x⁻⁻1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് x⁻⁻2. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇതിനെ ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കുന്നില്ല. ഡയറക്റ്റ് നമ്മൾ പ്രോഡക്റ്റ് കണ്ടിട്ട് അതിനെ x⁴ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്, സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എഫിൻ്റെ ഡെറിവേറ്റീവ് f'(x) ആണ്. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് f2'(x) ആണ്. അല്ലെങ്കിൽ dy/dx ഡെറിവേറ്റീവ് d²y/dx² ആണ്. അല്ലെങ്കിൽ dy/dx ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് dy/dx ഓഫ് dy/dx. അല്ലെങ്കിൽ y2'(x) അല്ലെങ്കിൽ d²f(x). ഇങ്ങനെയൊക്കെ എഴുതാം. ഇതൊക്കെയാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ്. അപ്പം എക്സാമ്പിൾ 9. The first 4 derivative of y equal to x³ 3x² plus 2. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് x³ 3x² ആയി മൈനസ് 3x² മൈനസ് 6x ആയി 2ൻ്റെ 0. പിന്നെ ഇതിന് ഡെറിവേറ്റീവ് ഇത് കിട്ടി. അതിൻ്റെ ഡെറിവേറ്റീവ് 6 കിട്ടി. അടുത്ത ഡെറിവേറ്റീവ് 6ൻ്റെ ഡെറിവേറ്റീവ് 0. ഇതാണ് അടുത്തത്. ദെൻ in exercise 13 to 16, find y dash by applying the product rule. B. Multiplying the factors to produce a sum of simplifier term to differentiate. രണ്ട് തരത്തിലും ചെയ്യണം. ആദ്യം ഒന്ന് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചും പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തും ചെയ്യണം. അപ്പോൾ 13th ക്വസ്റ്റ്യൻ ഇതാണ് y. അപ്പോൾ ഇതാണ് y. അപ്പോൾ നമ്മൾ y ഡാഷ് കാണുന്നു പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച്. അപ്പോൾ പ്രോഡക്റ്റ് ഇത് u, ഇത് v. അപ്പോൾ ആദ്യം u അതുപോലെ എഴുതി, വിയുടെ ഡെറിവേറ്റീവ് പ്ലസ് വി അതുപോലെ എഴുതി, ഇത് വി അതുപോലെ എഴുതി യുവിൻ്റെ ഡെറിവേറ്റീവ്. അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 1 ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2x ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. അത് കിട്ടി. ദെൻ ഇനി നമ്മൾ ഡയറക്റ്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് x² x³ കൊണ്ട് മൾട്ടിപ്ലൈ. ആദ്യം നമ്മൾ ഹയർ പവർ ഓഫ് x എഴുതി. മൈനസ് x² x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് x⁵. അതാണ് നമ്മൾ കിട്ടുന്നത്. പിന്നെ നമ്മൾ
ഓരോന്നിനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 3x³ പ്ലസ് x³ അത് 4x³, അങ്ങനെ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്തു ആദ്യം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കിത് കിട്ടി. ഇതാ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കിട്ടി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചു, രണ്ടാമത്തത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അടുത്തത് 14th. അപ്പോൾ ഇതിൻ്റെയാണ് ഡെറിവേറ്റീവ് വേണ്ടത്, ഇതിൻ്റെ. അപ്പോൾ ഇത് u, ഇത് v, അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം u എഴുതി, വിയുടെ ഡെറിവേറ്റീവ് കണ്ടു 10x - 4. അത് കഴിഞ്ഞ് v എഴുതി, യുവിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്, യുവിൻ്റെ ഡെറിവേറ്റീവ് 2x/2. അപ്പം അതിങ്ങനെ കിട്ടി. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഇത് കിട്ടുന്നു. എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. 10x³ 13x² പ്ലസ് 14x - 2. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെ, രണ്ട് തരത്തിൽ ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ കിട്ടും. ദെൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. ഇവിടെ കോഷ്യന്റ് റൂളാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് u, ഇതാണ് v. അപ്പോൾ നമ്മൾ ഇതാണ് ഫോർമുല. അപ്പോൾ ഇത് v², ഇതാ v², ഇതാ v² ഇവിടെ എഴുതി. ദെൻ v ഇവിടെ എഴുതുക, ഇതാണ് v. ഇനി യുവിൻ്റെ ഡെറിവേറ്റീവ് 2x + 5ൻ്റെ ഡെറിവേറ്റീവ് 2 മൈനസ് ഈ മൈനസ് u എഴുതുക, ഇതാണ് u. എന്നിട്ട് വിയുടെ ഡെറിവേറ്റീവ്, വിയുടെ 3x - 2ൻ്റെ ഡെറിവേറ്റീവ് 3. അപ്പോൾ അത് കിട്ടി. ദെൻ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് കിട്ടും. ദെൻ ദിസ് ഈസ് ദ ആൻസർ. പ്രോബ്ലം നമ്പർ 28. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് ആദ്യം നമ്മൾ താഴെ v² ആണ് വേണ്ടത്. v² എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ, അതിൻ്റെ സ്ക്വയറാണ് ഈ എഴുതിയിരിക്കുന്നത് v². ഇത് u, ഇത് v, താഴെ v² എഴുതി. ദെൻ പിന്നെ എന്താ എഴുതേണ്ടത്? ഇത് v എഴുതി, യുവിൻ്റെ ഡെറിവേറ്റീവ് അത് 2x + 3 മൈനസ് ഇനി എന്ത് എഴുതി? ഇത് u എഴുതി, വിയുടെ ഡെറിവേറ്റീവ് അതെന്താ 2x - 3. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഓക്കെ. ദെൻ പ്രോബ്ലം നമ്പർ 43. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ആദ്യം അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇത് അതുപോലെ തന്നെ എഴുതി, എന്നിട്ട് x - 1ൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, അത് 1. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ അതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് എൻ്റെ 1ഉം 3ഉം എഴുതി, രണ്ടാമത്തേന് ഡെറിവേറ്റീവ് കണ്ടു, അത് 1. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് 1ഉം 2ഉം എഴുതി, 1ഉം 2ഉം എഴുതി, മൂന്നാമത്തിന് ഡെറിവേറ്റീവ് ഉണ്ട്, അപ്പോൾ 1. അതാണത്. മറന്നു പോകരുത്, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം 1ൻ്റെ ഡെറിവേറ്റീവ് കാണും, അത് 1 ആണ്. ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് കാണും, 2ഉം 3ഉം അതുപോലെ എഴുതി. പിന്നെ നടുക്കുള്ളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ട് അത് 1 ആണ്, 1ഉം 3ഉം അതുപോലെ എഴുതി. ദെൻ മൂന്നാമത്തിന് ഡെറിവേറ്റീവ് 1 ആണ്, 1ഉം 2ഉം അതുപോലെ എഴുതി. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തു, അപ്പോൾ ഇത് കിട്ടി. അത് കഴിഞ്ഞ് അതാണ് y'. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇനി കാണണം, y2' കാണുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 3x² 6x + 8ൻ്റെ 8, 8x ൻ്റെ 8 ഇത് കിട്ടി. അതാണ് y2'. ഇനി y3' കാണണം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവാണ് കാണേണ്ടത്, അത് 6. ഇനി yn', 6ൻ്റെ ഡെറിവേറ്റീവ് 0. ഹയർ ഡെറിവേറ്റീവ് എല്ലാം 0 ആയിരിക്കും. ദെൻ 44 y = this. അതാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അതിനെ ഇവിടെ x² ഉള്ളൂ, ഇത് സ്ക്വയറാണ്, ഇത് 3 ആണ്, 2 - x.
ആദ്യം അതിനെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 4x² + 3നെ -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4x³ കിട്ടും. അതുപോലെ ഈ 3നെ -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും -3x. അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് 4x² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8x². പിന്നെ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. അതാണ് അത് കിട്ടി. ദെൻ ഇതിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇത് കിട്ടി, x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ y' വേണ്ട, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ കിട്ടി 6. അതാണ് y', ഇതാണ് y'. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ y2' കിട്ടി. ഇത് -16x³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -48x² ആൻഡ് സോ ഓൺ. ഇത് കിട്ടി. ഇനി ഇതിനെ y2' ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y3' കിട്ടി. ഇതാണ് y3'. ഇനി y3' ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y4' കിട്ടി. അത് എത്രയാ? -96xന്റെ -90. ഇനി y4' കഴിഞ്ഞിട്ട് പിന്നെ ഡെറിവേറ്റീവ് ഒക്കെ 0 ആണ്. അതാണ് 0 ആയിപ്പോയി. ഓക്കെ. ദെൻ 45 ഇതാണ്. ഇത് നമ്മൾ ഇവിടെ കോഷ്യന്റ് റൂൾ അല്ല ഉപയോഗിക്കുന്നത്, x കൊണ്ട് ഡിവൈഡ് ചെയ്തു. x³ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x², 7 x കൊണ്ട് ഡിവൈഡ് 7x⁻1. അപ്പോൾ ഇതാണ് y. അപ്പോൾ ഇതിനെ x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഇത് y, ഇത് y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y' കിട്ടി. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതി, y' കിട്ടി. ഇനി ഈ y' ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y2', സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. അതിത് 2x ഡെറിവേറ്റീവ് 2 -7x⁻²ന്റെ +14x⁻². അപ്പോൾ ഇത് കിട്ടി. ദെൻ നെക്സ്റ്റ് ഇതിനെ t² ഡിവൈഡ് ചെയ്യും. t² ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 5t t² ഡിവൈഡ് ചെയ്യുമ്പോൾ 5/t, -1 t². എന്നിട്ട് ഈ t എല്ലാം മുകളിലേക്ക് പോയപ്പോൾ ഇത് കിട്ടി. ഇതാണ് s. ഇതാണ് s. ഇനി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു ds/dt. അപ്പോൾ 1ന്റെ 0, 5t⁻²ന്റെ -5t⁻², -t⁻²ന്റെ 2t³ t⁻3. അപ്പോൾ ഇത് കിട്ടി. അപ്പം അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അതാണ് ds/dt. ഇതാണ് ds/dt. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതാണ് ds/dt. ഇതാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ -5/t²ന്റെ 10t⁻3, 2/t³ന്റെ -6t⁻4. അപ്പോൾ ഇത് കിട്ടി. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. നെക്സ്റ്റ് സ്ലോപ്സ് ആൻഡ് ടാൻജന്റ് ലൈൻ. Normal line to a curve. Find an equation for the line perpendicular to the tangent line to the curve y = x³ - 4x + 1 at the point 2, 1. അപ്പോൾ നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, കർവ് തന്നിട്ടുണ്ട്. ഈ കർവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതാണ് കർവിൻ്റെ ഇക്വേഷൻ. y = x³ - 4x + 1. അതാണ് ആ പോയിന്റിലെ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഈ കർവിന്. ഇതാണ് 2, 1 എന്ന് പറയുന്ന പോയിന്റ്. 2, 1. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ കാണണം. ഈ ടാൻജന്റ് ലൈൻ്റെ സ്ലോപ്പ് ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവിടെ 2 കൊടുത്താൽ മതി. അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y' കിട്ടും. y' = 3x² - 4 ആണ് y'. ഇനി y' at 2 ആണ്. x = 2 ആണ്. 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ നമുക്ക് 2² 8 കിട്ടും. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കാണണം. ഇത് കാണണം. ഫൈനൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ. ഈ
ലൈനിൻ്റെ സ്ലോപ്പ് 8 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ലൈനിൻ്റെ സ്ലോപ്പ് -1/8 ആണ്. അത് ഫോർമുലയുണ്ട്, +2 പഠിക്കുന്നുണ്ട്. -1/8 ആണ്. അപ്പം ഈ ലൈനിൻ്റെ സ്ലോപ്പ്, പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് -1/8 ആണ്. അങ്ങനെയാണെങ്കിൽ -1/8 സ്ലോപ്പായിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ, ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല എന്താ? y - y1 = m × x - x1. അപ്പോൾ y - y1 എന്ന് പറഞ്ഞാൽ x1 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ y - 1 = m എന്താ? -1/8 × x - 2. x - x1 2 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇതാണ് അതിൻ്റെ, അത് സിംപ്ലിഫൈ ചെയ്താൽ y = -x/8 + 5/4 എന്ന് കിട്ടും. അതാണ് ആദ്യത്തെ പ്രോബ്ലം, ആദ്യത്തെ 2. ഇനി രണ്ടാമത്തത് നോക്കുക. രണ്ടാമത്തത് സ്മോളസ്റ്റ് സ്ലോപ്പ്. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് slope on the curve? At what point on the curve does the curve have the slope? അപ്പോൾ ലോവസ്റ്റ് സ്ലോപ്പ് ആകണം. ലോവസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ലോവസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ y' ലോവസ്റ്റ് ആകുക എന്നാണ്. y' ലോവസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ y' വാല്യൂ ഇവിടെ -4 ആണ് കിട്ടാവുന്നത്. y' വാല്യൂ -4 ആണ്, m. അപ്പോൾ y' -4 ആകുക. അപ്പോൾ എത്ര? y' ഇതിന് കിട്ടുന്ന സ്ലോപ്പിന് ഇതുണ്ടോ, സ്മോളസ്റ്റ് സ്ലോപ്പാണ്. സ്മോളസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y' വാല്യൂ സ്മോളസ്റ്റ് ആകുക. അപ്പോൾ ഇത് x² ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്മോളസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ y' വാല്യൂ -4 ആണ്. -4 ആകണം y' വാല്യൂ. y' വാല്യൂ -4 ആകണമെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? എക്സിൻ്റെ വാല്യൂ 0. എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. സ്മോളസ്റ്റ് സ്ലോപ്പ് ഉണ്ടാകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1, y = 1. അതാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. when x = 0, y = 1. ദെൻ അടുത്ത പ്രോബ്ലം എന്താ? അടുത്ത പ്രോബ്ലം ടാൻജന്റ് ലൈൻ ഹാവിംഗ് സ്പെസിഫൈഡ് സ്ലോപ്പ്. ടാൻജന്റ് ലൈൻ ഹാവിംഗ് സ്പെസിഫൈഡ് സ്ലോപ്പ് എത്രയാ? ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് ലൈൻ ദ കർവ് അറ്റ് ദ പോയിന്റ് വേർ ദ സ്ലോപ്പ് ഓഫ് ദ കർവ് ഈസ് 8. സ്ലോപ്പ് ഓഫ് ദ കർവ് 8 ആകണം. അപ്പോൾ y' 8 ആകണം. ഇതാ y' 8 ആകണം. y' 8 ആകുക എന്നുള്ളതാണ്. അപ്പോൾ y' എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു y' that is equal to 3x² - 4 = 8. അപ്പം എന്തായിരിക്കും? അപ്പം x² വാല്യൂ എന്താ? 3x² = 12. 3x² = 12. അപ്പം x² = 4, x = ±2. അതാണ് x = ±2 ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്ലോപ്പ് 8 ആകുന്നത്. x = ±2-ലാകുമ്പോഴാണ് ഇതിൻ്റെ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് 8 ആകുന്നത്. അത് ഓർമ്മ വേണം, 8 ആകുന്നത്. ഇതുണ്ടോ? x = ±2 ആകുമ്പോഴാണ് സ്ലോപ്പ് 8 ആകുന്നത്. 8. ദെൻ അപ്പോൾ x = ±2 ആണ്. x = ±2. x +2 ആണെങ്കിൽ y -1. സോറി, y 1. x +2 ആകുമ്പോൾ y 1. അങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. എന്തായിരിക്കും? y - y1 = m × x - x1 ആണ്. m 8 ആയിരിക്കും, y1 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ.
അപ്പോൾ y ഈക്വൽ ടു 8x മൈനസ് 15. ഇനി ഉള്ളത് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ -2, എക്സിൻ്റെ വാല്യൂ -2, എക്സിൻ്റെ വാല്യൂ -2 ആകുമ്പോൾ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? വൈയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പം -2 1 ആണ്. -2 1ൽ ഇതാ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. y1ൻ്റെ വാല്യൂ 1, x1ൻ്റെ വാല്യൂ -2 -2, എമ്മിൻ്റെ വാല്യൂ 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിങ്ങനെ കിട്ടും. അപ്പോൾ y ഈക്വൽ ടു 8x + 17. അതാണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. 3 പ്രോബ്ലം കിട്ടി. ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. അതിൻ്റെ വാല്യൂ 3 പ്രോബ്ലത്തിൻ്റെയും നിങ്ങൾ നോക്കണം. 3 പ്രോബ്ലത്തിൻ്റെയും ആൻസർ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ. ഇതാണ് 3ൻ്റെ ആൻസർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ, ഇത് 2ാമത്തെ, ഇത് ആദ്യത്തെ. അപ്പം 3 പ്രോബ്ലം നമ്മൾ ചെയ്തു. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.